ഈ ഓഫീസിലാണ് MG സാബുവിൻ്റെ അവസാനമായ അപ്പോയിൻമെൻറ്റ്. കഴിഞ്ഞ 2-3 മാസം മുമ്പ് അദ്ദേഹം അവധിയിലായിരുന്നു. കാരണം വിരമിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദീർഘകാലമായി സർവീസുള്ള ആളായതുകൊണ്ട് വളരെയധികം അവധിയാണ്. അദ്ദേഹം അവധിയെടുത്ത് ദീർഘകാലമായി അവധിയിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇലക്ഷൻ സമയം വരുന്നത്. അങ്ങനെ ഇവിടെ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറി വരികയായിരുന്നു. സ്ഥലം മാറി വന്നിട്ടും ഇലക്ഷൻ സമയത്ത് മാത്രമേ ഡ്യൂട്ടിക്ക് എത്തിയിരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് വീണ്ടും അദ്ദേഹം അവധിയിലേക്ക് പോവുകയാണ്. നമുക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ ബോർഡ് കാണാം. ആ ബോർഡിനോട് ചേർന്ന് ഞാൻ വരുമ്പോൾ ഒരു ടാർപ്പാളിനൊക്കെ വിളിച്ചൊരു ചെറിയ ഒരു ഷെഡ് ഒരുക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സാബുവിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വേണ്ടി ഒരുക്കിയ പന്തലായിരുന്നു. അതിനുള്ള ജോലികളായിരുന്നു നടന്നുള്ളത്. ഏതായാലും DYSP കുടുങ്ങിയതോടുകൂടി പന്തൽ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. DYSP ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു യൂണിഫോംഡ് സേന ആയതുകൊണ്ട് തന്നെ അവർക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരോടൊക്കെ വലിയൊരു വിധേയത്വവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് DYSPയുടെ റിട്ടയർമെൻറ്റ് ഭംഗിയാക്കാൻ വേണ്ടി കുളമായി കിടന്നിരുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിൻ്റെ മുൻഭാഗമൊക്കെ മണലിട്ട് വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, DYSP ഒരു മോശം അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെയും സസ്പെൻഷനോ എന്താണ് അദ്ദേഹത്തിനെതിരായി വരുന്ന വകുപ്പ് തല നടപടികളെന്ന് നമുക്ക് അറിയില്ല. അത്ര നല്ല റെക്കോർഡുള്ളൊരു ഉദ്യോഗസ്ഥനല്ല സാബു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരുപക്ഷേ DYSP പെൻഷൻ പറ്റി പോകുന്നതിന് മുൻപായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിനൊരു ട്വീറ്റ് കൊടുത്തതും ആകാം. എന്തായാലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറയേണ്ടത്